ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ വളരെ വിശേഷപ്പെട്ട ഒരു കഥാഭാഗമാണ് നമ്മളിന്ന് പറയുന്നത്. ഭഗവാൻ ദ്വാരക എന്ന നഗരം നിർമ്മിച്ച ആ ഭാഗം നമ്മൾ പറഞ്ഞു. അതിനുശേഷം എല്ലാവരെയും അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചതിന് ശേഷം ഭഗവാൻ ഒറ്റയ്ക്ക് മധുരയിലേക്ക് തിരിച്ചു പോന്നതായും നമ്മൾ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അത്? നിങ്ങൾ ക്ഷമയോടുകൂടി ഭക്തിയോടുകൂടി ഈ ഭാഗം കേൾക്കണം. ജരാസന്ധൻ ഭഗവാനോട് യുദ്ധം ചെയ്യാൻ വന്ന ഭാഗം നമ്മൾ പറഞ്ഞു. പിന്നെയും പല തവണ ജരാസന്ധൻ ഭഗവാനോട് യുദ്ധം ചെയ്യാനായിട്ട് വന്നു. അപ്പോഴൊക്കെ തോറ്റു പോവുകയാണ് ചെയ്തത്. അങ്ങനെ ജരാസന്ധൻ 18ാമത്തെ തവണയും യുദ്ധം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ സൈന്യത്തോടു കൂടി ജരാസന്ധൻ മഗധയിൽ നിന്നും മധുരയിലേക്ക് കൃഷ്ണനോട് യുദ്ധം ചെയ്യുന്നതിനായി പുറപ്പെട്ടു. എങ്ങനെയെങ്കിലും മധുര പിടിച്ചെടുക്കണം, എന്നിട്ട് കംസൻ്റെ പുത്രന്മാർക്ക് കൊടുക്കണം. ഇതായിരുന്നു ജരാസന്ധൻ്റെ ഉദ്ദേശം. ഈ ജരാസന്ധന് മറ്റൊരു ശത്രു ഉണ്ടായിരുന്നു. ആരായിരുന്നു ആ ശത്രു? ഒരു യവനനായിരുന്നു. ഇത് ആർക്കറിയാം? നാരദർക്കറിയാം. നാരദര് യവനൻ്റെ രാജധാനിയിലേക്ക് ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു: അല്ലയോ മഹാബാഹോ, ഞാൻ നാരദരാണ്. അങ്ങയുടെ കീർത്തി ലോകമെങ്ങും പരന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള മഹാപുരുഷനായ അങ്ങയെ ഒന്ന് കാണുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. മഗധയുടെ രാജാവായ ജരാസന്ധൻ അങ്ങയുടെ ഒരു ശത്രുവാണ് എന്ന് ഞാൻ അറിഞ്ഞു. അവനുമായി യുദ്ധം ചെയ്യുവാൻ അങ്ങ് ഒരുങ്ങിയിരിക്കുകയാണെന്നും ഞാൻ വിചാരിക്കുന്നു. ലോക ജേതാവാണെന്ന് അഹങ്കരിച്ചു നടക്കുന്ന അവനെ കൊല്ലുവാൻ ഈ ലോകത്ത് അങ്ങയെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രധാനമായും മറ്റൊരു കാര്യം കൂടി അങ്ങയെ ധരിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനാണ് ഞാൻ വന്നത്. ഇപ്പോൾ ഒരു നല്ല സമയം വന്നിട്ടുണ്ട്. ജരാസന്ധനുമായി യുദ്ധം ചെയ്യുവാൻ അങ്ങ് മഗധയിലേക്ക് പോകണം എന്നില്ല. ജരാസന്ധൻ മധുര ആക്രമിക്കുന്നതിനായി ഇങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണ്. അവൻ്റെ എതിരാളി ആരാണ് എന്ന് അങ്ങേക്കറിയാമോ? അങ്ങ് ചിരിക്കരുത്. കഷ്ടിച്ച് 10-15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കൊച്ചു ചെറുക്കൻ. കൃഷ്ണനെന്നാണ് അവനെ എല്ലാവരും വിളിക്കുന്നത്. അവൻ്റെ വിചാരം അവൻ മഹാവിഷ്ണുവാണ് എന്നാണ്. വിഡ്ഢിത്തം പറഞ്ഞ് അവനും ഞെളിഞ്ഞ് നടക്കുകയാണ്. അതുകൊണ്ട് അല്ലയോ യവന, ഇത് നല്ല സമയമാണ്. ജരാസന്ധൻ പ്രായം കൂടിയ ഒരു മഹാവിഡ്ഢി, കൃഷ്ണൻ പ്രായം കുറഞ്ഞ ഒരു പമ്പര വിഡ്ഢി. ഇത്ര മാത്രമേ അവർ തമ്മിൽ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് അങ്ങ് പടയുമായി ഇപ്പോൾ മധുരാപുരിയിൽ ചെന്നാൽ ആ ജരാസന്ധനെയും കൃഷ്ണനെയും ഒപ്പം തോൽപ്പിച്ച് മഗധവും മധുരയും ഒന്നിച്ച് കൈവശപ്പെടുത്താം. ഒരമ്പിന് 2 പക്ഷി. ഇങ്ങനെ എല്ലാം പറഞ്ഞ് നല്ല എരിപിരിയൊക്കെ കൂട്ടിയിട്ട് നാരദർ യാത്രയായി. നാരദർ പറഞ്ഞത് ഈ യവനനങ്ങ് വിശ്വസിച്ചു. കൃഷ്ണൻ വിഷ്ണുവാണെങ്കിൽ അവൻ്റെ ഇത്തരത്തിലുള്ള പ്രഭാവം ഉടൻ തന്നെ അടക്കണം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് യവനൻ തൻ്റെ പടയുമായി
മധുരയിലേക്ക് പോയി. ഈ വിവരം ആരറിഞ്ഞു? കൃഷ്ണൻ അറിഞ്ഞു. കൃഷ്ണൻ ആലോചിക്കുകയാണ്, യവനൻ തൻ്റെ വമ്പിച്ച പടയുമായി ഉടൻ തന്നെ ഇവിടെ എത്തും. 2 ദിവസം കഴിയുമ്പോൾ ജരാസന്ധനും എത്തും. പിന്നെയുണ്ടാകുന്ന കലാപം ഭീകരമായിരിക്കും. യാതൊരു ആയുധം കൊണ്ടും ഈ യവനനെ വധിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെയൊരു വരം ഈ യവനനുണ്ട്. ആയുധം കൊണ്ട് കൊല്ലാൻ സാധിക്കുകയില്ല. ജരാസന്ധൻ യുദ്ധത്തിനു വരുന്നതിൽ കുറച്ച് ന്യായമുണ്ട്. അവൻ്റെ പുത്രികളുടെ ഭർത്താവാണ് കംസൻ. ആ നിലയ്ക്ക് അവർക്ക് അവകാശപ്പെട്ടതാണ് മധുര. എന്തുതന്നെയായാലും മധുര കംസന്റെ പുത്രന്മാർക്ക് നൽകുക തന്നെ വേണം. ആ ചിന്തയിലാണല്ലോ ഞാൻ ദ്വാരക എന്ന നഗരം നിർമ്മിച്ചത്. എന്നാൽ ഈ യവനൻ വരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇങ്ങനെ ആലോചിക്കുകയാണ് ആര്? കൃഷ്ണൻ. ഹരേ കൃഷ്ണ. അതുകൊണ്ടാണ് ഭഗവാൻ ദ്വാരക എന്ന ദ്വീപ് ഉണ്ടാക്കുകയും എല്ലാവരെയും രാജ്യരാമാനം എന്ന് പറഞ്ഞതുപോലെ അവിടേക്ക് മാറ്റുകയും ചെയ്തത്. ഈ യുദ്ധത്തിനായി ജരാസന്ധനും യവനനും വരുന്നുണ്ട്. അവരെ നേരിടാനാണ് കൃഷ്ണൻ ഒറ്റയ്ക്ക് തിരിച്ച് മധുരയിലേക്ക് പോയത്. അങ്ങനെ കൃഷ്ണൻ മധുരയിലെത്തി. യവനപ്പട ആർത്തു വിളിച്ചുകൊണ്ട് രാജധാനി വളഞ്ഞു. കൃഷ്ണൻ നിരായുധനായി രത്നകിരീടം ശിരസിലും വനമാല, കൗസ്തുഭമാല തുടങ്ങിയ ദിവ്യഹാരങ്ങൾ ശ്രീവത്സാങ്കിത തിരുവക്ഷസിലും അണിഞ്ഞ് സകല വിഷ്ണു ചിഹ്നങ്ങളോടും തേജസ്സോടും കൂടി അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അതായത് സാക്ഷാൽ മഹാവിഷ്ണുവായിട്ട് കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടു. അവർ നോക്കിയപ്പോൾ ദേ നിൽക്കുന്നു മഹാവിഷ്ണു, വേഷം കെട്ടി നിൽക്കുകയാണ് എന്ന് അവർ വിചാരിച്ചു. നാരദർ പറഞ്ഞതൊക്കെ അവർ ഓർത്തു. അങ്ങനെ ഈ യവനൻ കൃഷ്ണനെ കൊല്ലുന്നതിനായി കൃഷ്ണൻ്റെ അടുക്കലേക്ക് ഓടി വന്നു. കൃഷ്ണൻ എന്തു ചെയ്തു? യവനൻ വരുന്നത് കാണുമ്പോൾ ഓടും, യവനൻ പുറകെ. അങ്ങനെ ഓട്ട മത്സരം. കാരണം എന്താണ്? ഒരു ആയുധം കൊണ്ടും ഇവനെ കൊല്ലാൻ സാധിക്കുകയില്ല. അങ്ങനെ ഓടി 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 ഒരു ഗുഹയിൽ എത്തിച്ചേർന്നു. കൃഷ്ണൻ ആ ഗുഹയുടെ അകത്തേക്ക് കയറി. യവനനും ഗുഹയുടെ അകത്തേക്ക് കയറി. പക്ഷേ കൃഷ്ണനെ അവിടൊക്കെ നോക്കി കണ്ടില്ല. അവൻ ഇവിടെ എവിടെയെങ്കിലും പതുങ്ങിയിരിപ്പുണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് ആ യവനൻ അവിടെ എല്ലാം പരതി നോക്കിയപ്പോൾ അതാ അവിടെ ഒരു മനുഷ്യൻ മൂടി പുതച്ചു കിടന്ന് ഉറങ്ങുന്നു. അവൻ കൃഷ്ണൻ തന്നെ എന്ന് ആര് തീരുമാനിച്ചു? യവനൻ തീരുമാനിച്ചു. അമ്പട കള്ള, എന്നെ പേടിച്ച് മൂടി പുതച്ച് ഉറക്കം നടിച്ച് കിടക്കുകയാണ്, ഇനി നിനക്ക് യാതൊരു രക്ഷയുമില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് യവനൻ കോപത്തോടുകൂടി അവിടെ കിടന്നുറങ്ങിയിരുന്ന ആളുടെ ശരീരത്തിൽ ആഞ്ഞ് ചവിട്ടി. പെട്ടെന്ന് ആ മനുഷ്യൻ ഞെട്ടി ഉണർന്നു. തൻ്റെ ഉറക്കത്തിനു ഭംഗം വരുത്തിയവനെ കണ്ണുകൾ തുറന്നു രൂക്ഷമായി ഒന്ന് നോക്കി. ആ വീക്ഷണത്തിൽ നിന്നും ജ്വലിച്ച അഗ്നിയിൽ ആ യവനൻ കരിഞ്ഞുപോയി. യുദ്ധത്തിൽ ശത്രുക്കളുടെ കയ്യാലോ ആയുധത്താലോ നീ മരിക്കുന്നതല്ല എന്നൊരു വരം ഈ യവനൻ മഹാദേവനിൽ നിന്നും സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട്
ഇങ്ങനെ ഒരു ഉപായത്തിൽ കൂടി മാത്രമേ അവനെ വധിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് കൃഷ്ണൻ മനസ്സിലാക്കി. ഇനി ആരാണ് അവിടെ കിടന്നുറങ്ങിയത്? അത് മറ്റാരുമായിരുന്നില്ല, സൂര്യവംശമണിദീപമായിരുന്ന മാന്ധാതാവിൻ്റെ പുത്രനും തികഞ്ഞ വിഷ്ണുഭക്തനുമായി സായൂജ്യമടഞ്ഞ അംബരീക്ഷൻ്റെ അനുജനുമായ മുചുകുന്ദനായിരുന്നു അവിടെ കിടന്ന് ഉറങ്ങിയിരുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം അവിടെ കിടന്നുറങ്ങിയത്? പണ്ട് ദേവാസുര യുദ്ധകാലത്ത് ദേവന്മാരുടെ അഭ്യർത്ഥനയനുസരിച്ച് അദ്ദേഹം സ്വർഗലോകത്തു പോയി യുദ്ധം ചെയ്തു. അസുരന്മാരിൽ നിന്നും സ്വർഗം തിരിച്ചു ദേവന്മാർക്ക് നേടിക്കൊടുത്തു. ഇന്ദ്രന് വലിയ സന്തോഷമുണ്ടായി. ഇന്ദ്രൻ എന്തു വരം വേണമെന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വളരെ കാലം ഉറക്കമില്ലാതെ യുദ്ധം ചെയ്യുകയായിരുന്നു, അതുകൊണ്ട് ഒരു ദീർഘമായ സുഖനിദ്രയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ആ സമയത്ത് ഇന്ദ്രദേവൻ ഇങ്ങനെ അരുളി ചെയ്തു, രാജപുങ്കവ, അങ്ങ് ആവശ്യപ്പെട്ട വരത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഞാൻ അതിശയിക്കുന്നു. അങ്ങ് ഭൂലോകത്തു പോയി ചിരകാലം സുഖനിദ്ര ചെയ്ത് ആനന്ദിക്കുക. അതിനിടയിൽ അങ്ങയുടെ നിദ്രയ്ക്കു ഭംഗം വരുത്തുന്നവൻ ആരായാലും അവനെ അങ്ങ് നോക്കിയാൽ മതി, അങ്ങയുടെ നേത്രാഗ്നിയിൽ അവൻ ദഹിച്ചു പോകും. ഇങ്ങനെയൊരു വരം ഇന്ദ്രൻ കൊടുത്തിരുന്നു. അതിനുശേഷം മുചുകുന്ദൻ ഭൂമിയിൽ വന്ന് ആ ഗുഹയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുന്നതിനായി യവനൻ അദ്ദേഹത്തെ ചവിട്ടിയത്. അങ്ങനെ ആ യവനൻ ഭസ്മീകൃതനായതിനു ശേഷം മുകുന്ദൻ മുചുകുന്ദൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ ശരീരത്തിൽ നിന്നും പ്രസരിച്ച ആ പ്രഭാപൂരത്തിൽ ആ ഗുഹയിലെ ഇരുട്ട് മുഴുവനും അപ്രത്യക്ഷമായി. കളകോമള കാന്തി എഴുന്ന നീലമേഘ കളേബരത്തോടും കൗസ്തുഭം തുടങ്ങിയ ദിവ്യഹാരങ്ങളോടും പീലികൾ തിരുകിയ കാർകൂന്തൽ കെട്ടോടും ഞൊറിഞ്ഞു ചുറ്റിയുടുത്ത മഞ്ഞ പട്ടുടയാടയോടും 4 തൃക്കൈകളോടും കൂടിയ മഹാവിഷ്ണു രൂപത്തെ മുചുകുന്ദൻ കാണുകയാണ്. ഭക്തിയോടുകൂടി അദ്ദേഹം ആ തൃപ്പാദങ്ങളിൽ വീണ് പ്രണമിച്ചുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു, വൈഷ്ണവ ചിഹ്നങ്ങളോടുകൂടി അടിയന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന അങ്ങ് ആരാണ്? അപ്പോൾ മന്ദസ്മിതം തൂകിക്കൊണ്ട് മധുസൂദനൻ ഇപ്രകാരം അരുളി ചെയ്തു, ഹേ രാജേന്ദ്ര, ഇഷാക്കു വംശത്തിൽ പിറന്ന മുചുകുന്ദനാണ് അങ്ങെന്ന് ഞാൻ അറിയുന്നു. ഞാൻ വസുദേവ യാദവന്റെ പുത്രനായ കൃഷ്ണനാണ്. കംസനെ വധിച്ചതിനു ശേഷം മധുരാപുരിയിൽ താമസിക്കുമ്പോൾ യുദ്ധത്തിനായി യവനൻ അവിടെ എത്തി. അവനെ പേടിച്ചോടുന്ന മട്ടിൽ ഞാൻ ഈ ഗുഹയിൽ വന്നു കയറി. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. അങ്ങയുടെ നേത്രത്തിൽ നിന്നും ഉതിർന്ന ആ അഗ്നിയിൽ ആ യവനൻ ഭസ്മീകരിക്കപ്പെട്ടു. ഇതു കേട്ടപ്പോൾ മുചുകുന്ദൻ തൊഴുകൈയോടുകൂടി വീണ്ടും ചോദിച്ചു, പ്രഭോ, അവിടുന്ന് കൃഷ്ണനാണെങ്കിലും വിഷ്ണുവാണെന്ന് അടിയൻ അറിയുന്നു. സത്യം അരുളി ചെയ്ത് അടിയനെ അനുഗ്രഹിക്കണം. മുരളീധരൻ മുചുകുന്ദന്റെ മൂർധാവിൽ തൃക്കരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ അരുളി ചെയ്തു, ഭക്തോത്തമ, അങ്ങയുടെ അന്ധക്കരണ ബോധോദയം ശരിയാണ്. ഞാൻ
മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കൃഷ്ണനാണ്, ഗോപാലകൃഷ്ണൻ. കഴിഞ്ഞ ത്രേതായുഗത്തിൽ അങ്ങയുടെ വംശത്തിൽ ദശരഥപുത്രനായി അയോധ്യയിൽ രാമൻ എന്ന നാമത്തിൽ ഞാൻ അവതരിച്ചു. അന്നും അങ്ങ് നിദ്രയിലാണ്ട് കിടക്കുകയായിരുന്നു. ആ യുഗം അവസാനിച്ച് ഇപ്പോൾ ദ്വാപര യുഗമാണ്. ദ്വാപര യുഗത്തിൻ്റെ അവസാന ഘട്ടമാണിത്. ഈ യുഗത്തിൽ ഞാൻ കൃഷ്ണനായി അവതരിച്ച് അങ്ങയെ അനുഗ്രഹിക്കുന്നു. എന്നെ തന്നെ സദാ ധ്യാനിച്ച് അങ്ങ് മുക്തിയടഞ്ഞാലും ഞാനിതാ അങ്ങേക്ക് സായുജ്യം അരുളുന്നു. ഈ വിധം അനുഗ്രഹിച്ച് മുക്തിമാർഗം ഉപദേശിച്ച് അരവിന്ദ നയനൻ അന്തർധാനം ചെയ്തു. അതിനുശേഷം മുചുകുന്ദൻ ഗുഹയിൽ നിന്നും പുറത്തു കടന്ന് നേരെ എവിടേക്ക് പോയി? ബദര്യാശ്രമത്തിലേക്ക് പോയി. അവിടെ ഇരുന്ന് ശ്രീഹരിയെ തപസ്സു ചെയ്ത് മുക്തിയടഞ്ഞ് വിഷ്ണുപദം പ്രാപിച്ചു. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് മനസ്സിലായോ? ബദര്യാശ്രമത്തിൻ്റെ പ്രാധാന്യം ഭാഗവതത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ചു കൊള്ളുക. പോയിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും പോകാൻ സാധിക്കണമേ എന്ന്. പോയിട്ടുള്ളവർ പ്രാർത്ഥിക്കുക, വീണ്ടും വീണ്ടും പോകുവാൻ ഭഗവാൻ അനുഗ്രഹിക്കണമേ എന്ന്. അത്ര പുണ്യകരമായ ഒരു പ്രദേശമാണ് ബദര്യാശ്രമം. പ്രാർത്ഥിക്കുക, തീർച്ചയായിട്ടും അതിനുള്ള വഴി ഈശ്വരൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരും. ഇനി ജരാസന്ധൻ വന്ന മനോഹരമായ ഭാഗമുണ്ട്. നല്ല രസമാണ് ആ ഭാഗം കേൾക്കാനായിട്ട്. നമുക്ക് അടുത്ത ദിവസം ആ ഭാഗം പറയാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് പറയുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നാമം ജപിക്കണം. അതിന് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. കിട്ടുന്ന സമയത്തൊക്കെ നാമം ജപിക്കണം. നിങ്ങളോട് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, സ്വസ്ഥവും സമാധാനവും ഐശ്വര്യപൂർണവുമായ ഒരു ജീവിതം നമുക്ക് വേണ്ടേ? നമ്മുടെ അടുത്ത തലമുറകൾക്ക് വേണ്ടേ? അതിനുവേണ്ടി ഈ കലിയുഗത്തിൽ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. സമയമില്ല, ശരിയാണ്. യാത്ര ചെയ്യുമ്പോൾ, ബസ്സിലിരിക്കുമ്പോൾ, വെറുതെ ഇരുന്ന് വർത്തമാനം പറയുന്ന സമയത്ത്, ഉച്ചയ്ക്ക് ചോറുണ്ട് കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. നോൺ വെജൊക്കെ കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ നാമം ജപിക്കാം. അതിലൊന്നും യാതൊരു ദോഷവുമില്ല. ചിലർ പറയും, നോൺ വെജ് കഴിച്ചതുകൊണ്ട് ഇന്നിനി അമ്പലത്തിൽ പോകുന്നില്ല. എല്ലാ ദിവസവും നോൺ വെജ് കഴിക്കുകയാണ്, പിന്നെ എന്നാണ് അമ്പലത്തിൽ പോകുന്നത്? ഇനി എന്നാണ് നാമം ജപിക്കുന്നത്? നന്നായിട്ട് കയ്യും വായും ഒക്കെ കഴുകിയിട്ട് അങ്ങ് നാമം ജപിക്കുക. ഓഫീസിലിരുന്നിട്ടാണെങ്കിലും ഇനി വീട്ടിലാണെങ്കിലും വന്ന് നന്നായിട്ടൊന്ന് കുളിച്ചുകൊള്ളുക, നാമം ജപിക്കുക. ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദോഷവുമില്ല. ഏത് സമയത്തും എപ്പോഴും ജപിക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.